2020 ഈ ദശകം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയേക്കാൾ അപ്പുറത്തേക്ക് സൂപ്പർ ഇൻ്റലിജൻ്റായി മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തം നമ്മളെക്കാൾ ബുദ്ധിയുള്ളതാവാൻ പോവാ അല്ലേ? അതിനൊരു തമാശയായിട്ടൊരു കാര്യം പറയും. മനുഷ്യൻ ഒരുപാട് കുഴപ്പം പിടിച്ച സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? കടാര, ആളുകളെ കുത്തിക്കൊല്ല അല്ലേ? ആളുകളെ വേണമെങ്കിൽ കുത്തിക്കൊല്ലാം, കടാര. പക്ഷെ കടാര അതേ ഇവിടെ കൊണ്ടുവന്ന് ഈ ടേബിളിൽ വെച്ചാലോ എന്ത് പാവമാണ്. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരെങ്കിലും കുത്തിക്കൊല്ലോ? ഒരു മനുഷ്യൻ വേണം അല്ലേ? അതുപോലെ ഫുൾ ഓർഡറായിട്ടുള്ള ഒരു റിവോൾവർ, ഒരു തോക്ക്, ആ തോക്ക് ദേ ഈ ടേബിളിൽ കൊണ്ട് വെച്ചാലോ? തോക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മനുഷ്യൻ്റെ സഹായം ഇല്ലാതെ എല്ലാവരും വെടിവെക്കുമോ? ഇല്ല. ഇനി ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏതാ? ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടോ? ഇല്ല. പക്ഷേ മനുഷ്യൻ്റെ കണ്ടുപിടുത്തം മനുഷ്യവംശ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ആ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് തേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം. നിങ്ങളെല്ലാം മിടുമിടുക്കികളും കൊച്ചുമിടുക്കന്മാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ നാട് ഒട്ടേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഞാൻ കേരളത്തിലെ, ഇന്ത്യയിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം പോകുന്ന ആളാണ് സ്ഥിരമായി. എൻ്റെ അത്ഭുതം, അവിടെയെല്ലാം ചെല്ലുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ്. അവിടെ പഠിക്കുകയാണ് വലിയ കോഴ്സുകളിൽ. വിദേശ സർവകലാശാലകളിലും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നമ്മുടെ പെൺകുട്ടികൾ വലിയ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ കാലടികൾ പിന്തുടർന്ന് നിങ്ങൾക്കിഷ്ടമുള്ള വിഷയത്തിൽ ഏറ്റവും, ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ നിങ്ങൾ പോകണം. ആ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നല്ല സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. ഞങ്ങളുടെ മിഷൻ വിദ്യാഭ്യാസത്തിനെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നിങ്ങൾക്ക് അധികം പുറത്തേക്കൊന്നും പോകാതെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് ഇവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സൗകര്യമുണ്ടാക്കും. അതിന് ലോകം മാറുന്നതനുസരിച്ച്, ലോകത്തെ അറിവ് മാറുന്നതനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോഴ്സുകളും നമ്മുടെ കേരളത്തിലുണ്ടാവും. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞത്, ശാസ്ത്രബോധത്തെക്കുറിച്ച്. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയത്തിൽ സയൻറ്റിഫിക് സെൻറ്റേഴ്സുകൾ, സയൻറ്റിഫിക് ടെമ്പറിനുള്ള സെൻറ്റേഴ്സ് ഓഫ് സയൻറ്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക. വലിയ മാറ്റം നമുക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകണം. അതിന് കേരളത്തിൻ്റെ പിന്തുണ വേണം. അധ്യാപക സമൂഹത്തിൻ്റെ, രക്ഷകർത്താക്കളുടെ, കേരളത്തിൻ്റെ പൊതുസമൂഹം, നമ്മുടെ ഏറ്റവും വലിയ അധ്യക്ഷൻ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ല. നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ വളർന്ന് വലുതായിട്ട് വേണം നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഈ നാടിൻ്റെ സ്വപ്നങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ. നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം. നമ്മളോ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും
മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവരെ പിന്തിരിയാൻ പ്രേരിപ്പിക്കണം. നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം, അതിനെ തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമത്തെയും നമുക്ക് പരാജയപ്പെടുത്തണം. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിൻ്റെ നന്മകൾ നിങ്ങൾക്കെല്ലാവർക്കുമായി നേർന്നുകൊണ്ട് ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.